ഡെന്നി, ആൽബി, രഞ്ജിനി, ചുക്കാൻ പിടിച്ച ആളുകൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻജോയ്. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമാശ ലീന പറഞ്ഞതാണ്. ഞങ്ങൾ റൂംമേറ്റ് എന്ന് ഡെന്നിക്ക് അറിയാലോ അല്ലേ? ഡെന്നി അത് മാർപ്പാപ്പിനെ വേദവശം പഠിപ്പിച്ച പോലെ അവര് റൂംമേറ്റ് എന്ന് ഡെന്നിയോട് പറയണം. അവര് റൂംമേറ്റ് എന്ന് സിന്ധുവും നമ്മുടെ ലീനയും ഇവരേക്കും ഡെന്നിക്ക് കൂടുതൽ അറിയാം. ഞാൻ വെറുതെ ഗസ് ചെയ്താണ്. മോഹൻലാലും സൈഡിലാണ് എനിക്ക് അറിയില്ല ഒന്നുമില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, രഞ്ജിനിയുടെ റൂമിൽ പോയിട്ട് ഒരു കൊതുക് തിരിയില് എന്തൊക്കെ എഴുതി വെച്ചത് റെനീസാന്ന് എനിക്കറിയാം. ഫസ്റ്റ് ഇയറിൽ അതെനിക്കറിയാം. ശരി ശരി ഓക്കെ. തെറ്റേക്കട്ടെ, രഞ്ജിന്റെ റൂമിൽ പോയെന്നല്ല പറഞ്ഞ, ജനലിന്റെ ഉള്ളിൽ കൂടെ. അടുത്താണ് അടുത്താളാണോ? ഒരു രമേശ് വരും. നമ്മുടെ ഗായകൻ, നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഗായകന്മാരാണ്. 3-4 പേരിൽ ഒരാളാണ്, പ്രമുഖനാണ്. ഓക്കെ, അവരാ. ഗുഡ് മോർണിംഗ്. ശരിക്കും എനിക്ക് മറ്റേ ഹോസ്റ്റലർ എന്ന് പറഞ്ഞ ഒരു മാനിയാണ്, ഒരു മാനിയാണ് ശരിക്കും. ആദ്യമായിട്ട് എനിക്ക് ഇവിടെ ഒരു ഹോസ്റ്റലില് മുമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനായിരുന്നു. മുമ്പ് പിന്നെ കഴിഞ്ഞ ബാച്ചിൽ വന്നിട്ട് ഉള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ വന്നിട്ട് റാഗിങ് എന്താണെന്ന് അറിയാത്ത ഞാൻ ആദ്യമായിട്ട് റാഗിങ് അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിൽ വന്നിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് ഹോസ്റ്റലിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയത്, പിന്നെ ഹോസ്റ്റലിലെ ചാട്ടം, കള്ളുകൂടി, ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അപ്പൊ ആ കാലത്തേക്ക് ഒന്നുകൂടി പോകാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ മനോജിനും തോമാച്ചനും ഇവരെല്ലാവരും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് ശരിക്കും നന്നായി കൂട്ടും. നല്ല എനർജി കിട്ടി, ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ എന്ന് തിരിച്ചു പോകുന്നത് നല്ല സന്തോഷത്തോടുകൂടി വരും. അടുത്ത വർഷം വീണ്ടും കാണുന്നത് വരെ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു വെരി മച്ച്. ഇനി ആരോള് കയ്യിലുണ്ടോ? ബിനുപി സൈമല്ലേ? സോറി, നീ വന്നിരുന്നോ? ഫോണിൽ നീ വന്നില്ല. അത് ചെയ്യാം. അല്ല, ബിച്ചാക്കോ അതുപോലെ തന്നെ ബിച്ചാക്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആണ്. ബിജു ഇപ്പൊ ഈ കേരള സ്റ്റേറ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പോകുന്നത് ചൊവ്വാഴ്ച ബിച്ചാക്കോയാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളാരെന്നറിയോ? എനിക്ക് അപ്പൊ കോതമംഗലം IMA ഡെന്നിയെ ആർട്ടിഫിഷ്യൽ ഫുൾ ഫോം തെറ്റിക്കുന്ന അതല്ല. അപ്പോ ഒരു 92-98 കാലഘട്ടത്തിലോട്ട് നമ്മളെല്ലാവരും അല്ലേ, അങ്ങോട്ട് തെറിയണു, ഇങ്ങോട്ട് തെറിയണു, ചെളിയെറിയണു, കാല് പിടിക്കണു, കാല് പൊറ്റിക്കണു. ഈ ഒരു പരിപാടിയിലോട്ട് കൺഫ്യൂഷൻ അടിക്കണു. അപ്പൊ അങ്ങനെ ഒരു 24 മണിക്കൂർ 92-98 കാലഘട്ടത്തിലോട്ട് നമ്മളെ വലിച്ചു നീട്ടി. അതിന്റെ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ആ സന്തോഷ നിമിഷങ്ങളിലോട്ട് നമ്മളെ നയിച്ചത് കുറച്ച് ഇവിടുത്തെ ആൾക്കാരാണ്. എല്ലാവർക്കും നന്ദി. പിന്നെ ഇവിടെ വന്ന് എല്ലാ ചെളിയെറിയാനും കാല് പാരാനൊക്കെ നിന്ന എല്ലാ ഹോസ്റ്റൽ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഓക്കെ, ബിനുപി സൈമൺ വരും.
ഒരു സൈമണ് റിലീസ് കൊടുത്തു. പ്രമോദോ എല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ച് എനിക്കും ഫ്രില്ലിക്കും ഒരു കാര്യം ഞാൻ പറയാം. ഈ 50 പേര് 100 പേരുടെ പ്രോഗ്രാം ഒന്നും എനിക്ക് തരില്ലട്ടോ. നിങ്ങളൊരു 55,000 1,50,000 ആളുടെ പ്രോഗ്രാം കേൾപ്പിച്ച അതൊക്കെ ഞാൻ നടത്തി കാണിച്ചത്. ഇതൊക്കെ പറയാൻ കേക്ക് വാക്കാണ്. ഒന്നുമല്ല, ഞാൻ ഫോണിൽ കണ്ടു വിളിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ കാര്യമുള്ളൂ. അതൊന്നും ഇത്ര വലിയ പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഷോർട്ട് നോട്ടീസിൽ ഡെന്നി അത് ചെയ്തത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൽബി, രഞ്ജിനി എല്ലാവർക്കും ഇതിലേക്ക് മെഡൽ കൊടുക്കുന്നതിന് ചൂട് വരും. ഈ റാംബോക്ക് ആക്ച്വലി ഞാൻ ലിസ്റ്റേഴ്സിന്റെ മീറ്റിന് പോയപ്പോൾ കോപ്പി അടിച്ചതാണ്. അതുപോലെ കോപ്പി അടിച്ചാലും ഭംഗി ഉണ്ടാവുന്ന സ്കിറ്റ് ഉണ്ട്. നമ്മുടെ സജീഷിന്റെ സ്കിറ്റ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഏറ്റവും ഭംഗിയായത് അപ്പം എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞ പോലെ അടുത്ത ഗെറ്റ് ടുഗദേഴ്സ് കുറച്ചുകൂടെ ഭംഗിയാവും, എന്നെക്കാളും നന്നായിരിക്കും. അതിനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒത്തിരി പേരുണ്ട്. എല്ലാവരും വരുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം എൻ്റെ സൗണ്ട് നന്നായാൽ ഞാനൊരു പാട്ട് പാടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇല്ല, പാടാൻ പറ്റില്ല. താങ്ക് യു. നെക്സ്റ്റ്. കൂടുതലൊന്നും പറയാനില്ല. നമ്മളിവിടെ വന്ന് എല്ലാവരെയും കാണുമ്പോൾ ഈ നരച്ച് കുറച്ചൊന്നും ആരും വരരുത്. എല്ലാവരും നമ്മൾ ആ പഴയ യങ് ഫീലോട് കൂടി വരണം. നമ്മള് നിങ്ങളുടെ പ്രൊഫസർമാരായിരിക്കാം, മെച്ചോടികളായിരിക്കാം, അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ വരുമ്പോ നമ്മള് ചുള്ളന്മാരായിരിക്കാം. അല്ല, അത് സജീവന് വളരെ ഇപ്പൊ ഈ വന്നിട്ടുള്ളതില് ഒരാൾക്ക് പിന്നെ പറയാവുന്നതായിട്ടുള്ളത് വിനോദാണ്, പിന്നെ പറയാവുന്നതായിട്ടുള്ളത് സജീവാണ്. കാരണം അവന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല, അതിനു മുമ്പ് എല്ലാം കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് അവന് ധൈര്യമായിട്ട് ഇതൊക്കെ പറയാം. വളരെ വളരെ ശരി. ഡെന്നിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എല്ലാവരെയും. ശരി, അവിടെ ശരി, സമയം വേണ്ട. ഓക്കെ, അതെ, എനിക്ക് ഫുള്ള് കൊളാക്കണ്ട. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ജോജു വർഗീസ് അക്കര. ഒരു ജോജുവും ലതികയോട് ഒരുമിച്ച് വിളിക്കാം അല്ലേ? ലതിക വരും. നിങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് അതെ, നിങ്ങൾക്ക് അവ കൂടുതൽ പറയാം. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഡെന്നിയും രഞ്ജിനിയും ആൽബിയും എല്ലാവരും. അതങ്ങനെ പറയണ്ട. അത് ഒരു പണിയില്ല. ഈ ഹോൾ തന്നെ ലാസ്റ്റ് മിനിറ്റ് ശരിയാക്കിയത്. ആ ഹോട്ടൽ ഇവരുടെ എന്തൂസിയാസം വളരെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ എന്തായാലും എല്ലാ കെട്ടുകയും വരെ തന്നെ തീരുമാനിച്ചത്. എനിക്കൊരു സജഷൻ ഉള്ളത്, എല്ലാ വർഷവും ഒരു കൃത്യം ഡേറ്റ് വെച്ചായിരുന്നു നോക്കുന്നത്. അപ്പൊ അനിതയൊക്കെ പറഞ്ഞു നവംബറാണ് ഫ്ലൈറ്റിന് ഇത്ര റേറ്റ് കുറവ്, അങ്ങനത്തെ. അപ്പൊ നവംബർ 2nd സാറ്റർഡേ സൺഡേ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാ ഇയറിലും ഒരു ഫിക്സഡ് ഡേറ്റ് വെച്ചാൽ ആൾക്കാർക്ക് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. പിന്നെ ഞാൻ എല്ലാ കെട്ടുകളും എല്ലായിടത്തും വരാറുണ്ട്. അത് കാരണം ഒട്ടുമുക്കാൽ മുഖങ്ങളും നമ്മൾ സ്ഥിരം കാണുന്നവർ തന്നെയാണ്. തീരെ വരാത്തവര് വിനോദിനൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറച്ചുപേരെ ഒട്ടും വരാത്തവര് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവരണം ഒരു ആഗ്രഹം. കാരണം എല്ലാവരും ഏജാവാണ്. വിനോദും തോമസും വിനുമ രണ്ടുപേരും മെഡൽ കൊടുക്കാം. എല്ലാവരും ഫോട്ടോ അതെ. അതെ, നീ കഴുത്തിയോട്ടോ തരുട്ടോ. പിന്നെ അതല്ല, ഇത് നമുക്ക് ധൈര്യമായിട്ട് ഇടാം. മറ്റുള്ളവരെ കിട്ടിയാൽ വീട്ടിൽ ചിലപ്പോൾ ചോദിക്കുക എന്താ അവിടെ പരിപാടി.
കംസ് ജയന്ത് കഴിഞ്ഞല്ലോ, സജീവൻ കഴിഞ്ഞു, മനസ്സ് കഴിഞ്ഞു, തോമസ് കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് മാറ്റി രഞ്ജിനി വരൂ പ്ലീസ് കം, രഞ്ജിനി വരൂ. അപ്പൊ രഞ്ജിക്കാണ് എന്റെ എല്ലാ ഇതിന്റെ കൺഗ്രാറ്റ്സ് എല്ലാം കൊടുക്കേണ്ടത്, ഞാനൊന്നും ചെയ്തില്ല. രഞ്ജിനി എല്ലാം അപ്പൊ എല്ലാം മാനേജ് ചെയ്തു, വളരെ സന്തോഷം. പിന്നെ അല്ല അത് കളർഫുൾ ആയില്ല, അല്ലെങ്കിൽ ആവില്ലല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ രഞ്ജിനിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ്. പറയും പ്രത്യേകിച്ച് എന്ത് പറയാൻ, എല്ലാവരെയും കാണുമ്പോൾ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ്, കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ കുട്ടിക്കാലങ്ങളിലേക്ക് പോകുന്ന നമുക്കൊരു റിജുവനേഷനാണ്. എല്ലാവർക്കും അവനവൻ്റെതായ സന്തോഷങ്ങളും ചെറിയ ചെറിയ പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ പഴയ ആ ഒരു സമയത്തേക്ക് പോവാണ്. കുറെ തമാശകള്, പാരകള്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ പറയാ അർത്ഥം വെച്ചിട്ടും ഒക്കെ കളിയാക്കല്. നാളെ വീണ്ടും ഇതേ ചക്രങ്ങളിലേക്ക് തിരിച്ചു. ചമ്മിക്കോ.